കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉത്സവം 5-ാം ദിവസം മാർച്ച് മാസം 4-ാം തീയതി. അന്നേ ദിവസം രാവിലെ പതിവ് മാതിരി ഗുരുവായൂരപ്പൻ്റെ നിർമ്മാല്യ ദർശനം, എണ്ണ അഭിഷേകം, വാഗച്ചാർത്ത്, സ്വർണ്ണകുംഭാഭിഷേകം, മലർനിവേദ്യം. മലർനിവേദ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് ദർശനത്തിന് സുഗമമായ ദർശനം നടത്താം. 6 മണിയോടുകൂടി ഭഗവാന്റെ ഉഷപ്പൂജയാണ്. ഉഷപ്പൂജ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്കിണറിനടുത്തുള്ള മുളം പൂജ, മുളയറയിൽ മുളം പൂജ നടക്കുന്നു. മുളം പൂജ കഴിഞ്ഞതോടുകൂടി ഭഗവാന്റെ ഉഷശിവേലിയായി. ഉഷശിവേലി 7 മണിക്ക് മുതൽ 9:30 മണി വരെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഗംഭീര വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ എഴുന്നള്ളിപ്പാണ്. 3 ഗജവീരന്മാരുണ്ടാവും. 9:30 മണിക്ക് ആ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീലകത്ത് എത്തുകയും അതിനുശേഷം പാലഭിഷേകം, നവകാഭിഷേകം, പന്തീരടി പൂജ. പന്തീരി പൂജ കഴിഞ്ഞ് നട തുറന്നാൽ ഉടനടി ശ്രീഭൂതബലിയായി. ഏകദേശം 10:30 മണി ആകുമ്പോഴേക്കും ശ്രീഭൂതബലിയാവും. ശ്രീഭൂതബലി സപ്തമാതൃക്കളുടെ അവിടെ എഴുന്നള്ളിക്കുമ്പോൾ, അവിടെ ബലി തൂകുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പനെ എഴുന്നള്ളിച്ച് വയ്ക്കുന്നു. സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ അലങ്കരിച്ചിട്ടുണ്ടാവും. നെറ്റിപ്പട്ടം, വെൺചാമരം, വെൺകൊറ്റക്കുട, ആലവട്ടം, വീരാളിപ്പട്ട് വിരിച്ചിട്ടാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. ഒരു ചക്രവർത്തി ഭാവത്തിലാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. തന്നെ കാണാൻ വരുന്നവരെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആ സമയത്ത് കാണിക്ക അർപ്പിച്ച് ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്, ശ്രേയസ്കരമാണ്. അത് ഏകദേശം ഒരു അരമണിക്കൂറോളം ദർശനം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീഭൂതബലി പുറത്തേക്ക് എഴുന്നള്ളുന്നു. പുറത്തേക്ക് എഴുന്നള്ളി 5 പ്രദക്ഷിണം കഴിഞ്ഞ് തിരിച്ച് ഭഗവാൻ ശ്രീകോവിലിനുള്ളിലേക്ക് വരുന്നു. ആ ശ്രീകോവിലിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഭഗവാന്റെ നവകാഭിഷേകമായി, ഉച്ചപൂജയായി. ആ ഉച്ചപൂജ സമയത്താണ് ഭഗവാന് കളഭച്ചാർത്തെല്ലാം നടത്തുന്നത്. ഭഗവാന് 4 കറികളോട് കൂടിയിട്ടുള്ള സദ്യയാണ് ആ സമയത്ത് ഭഗവാന് അതിഗംഭീരമായിട്ടാണ് നടത്തുന്നത്. അത് എല്ലാ ദിവസവും അതേമാതിരി. ഈ ഉത്സവകാലത്ത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം സ്വർണ്ണപാത്രത്തിലാണ് ഭഗവാന്. സ്വർണ്ണത്തിൻ്റെ വലിയ വെള്ളുരുളി, സ്വർണ്ണത്തിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങൾ, സ്വർണ്ണത്തിൻ്റെ കുടങ്ങൾ, അതിലൊക്കെയാണ് പായസം ഒക്കെ ഉണ്ടാവുക. ആ ഉച്ചപൂജ അലങ്കാരം കഴിഞ്ഞ് ഏകദേശം ഒരു 1:45-2 മണിയോടുകൂടി നട അടയ്ക്കണം. പിന്നെ വീണ്ടും 3:30-ക്ക് നട തുറക്കും. ഈ സമയത്ത് ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന് കഴിഞ്ഞ് അടയ്ക്കണയാൾ മുമ്പ് 1-1:30 മണിയായ കൂത്തമ്പലത്തിൽ ചാക്യാർ കൂത്തുണ്ട്. ഉത്സവകാലത്തുള്ള ഒരു പ്രത്യേകതയാണ് ഈ ചാക്യാർ കൂത്ത്. ഇത് നിരവധി ഭക്തന്മാർ കൂത്തമ്പലത്തിൽ വന്നിരുന്ന് കാണുന്നുണ്ട്. എല്ലാവർക്കും കാണേണ്ട ഒരു സംഗതിയാണ് അത്. പുരാണങ്ങളെ പറ്റി കുറച്ച് അറിവുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകും. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവരോടോ ആരോടെങ്കിലൊക്കെ ചോദിച്ചാൽ അതിൻ്റെ കഥാസന്ദർഭങ്ങളൊക്കെ അവർ പറഞ്ഞുതരും. അത് കാണുന്നത് നല്ലതാണ് കേട്ടോ. 3:30 മണിക്ക് ഉച്ച ശിവേലി തുടങ്ങി 5:30 മണി വരെ ഭഗവാന്റെ എഴുന്നള്ളിപ്പാണ്. 3 ആന ഉണ്ടാവും, എഴുന്നള്ളിപ്പുണ്ടാവും. പ്രശസ്ത കലാകാരന്മാർ പങ്കെടുക്കണം. 5:30-ക്ക് ശേഷം ഭഗവാൻ ശ്രീലകത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ 6 മണി 6:15 സന്ധ്യാസമയത്ത് ഭഗവാന്റെ ദീപാരാധനയാണ്. ദീപാരാധന കഴിഞ്ഞാൽ ഭഗവാൻ അത്താഴപൂജയായി. അത്താഴപൂജയ്ക്ക് ഭഗവാന് ഉത്സവകാലത്തുള്ള വിശേഷമാണ് ഇരട്ടി പായസം നിവേദിക്കും. പാൽപ്പായസമുണ്ട്, അപ്പം, അട, അവില്, തിരുമധുരം, എല്ലാ സംഗതികളും ഉണ്ട്. ആ ഭഗവാന്റെ എഴുന്നള്ളിപ്പ് അത്താഴപൂജ ഏകദേശം ഒരു 8:30 മണിയോടുകൂടി നട തുറന്നു കഴിഞ്ഞാൽ വീണ്ടും ശ്രീഭൂതബലിയായി. ഈ ശ്രീഭൂതബലി പുറത്തേക്ക് എഴുന്നള്ളി കഴിഞ്ഞാൽ അവസാനത്തെ പ്രദക്ഷിണമാകുമ്പോൾ അവിടെ സ്വർണ്ണപ്പഴുക്കാ മണ്ഡപത്തിൽ എഴുന്നള്ളിച്ച് വയ്ക്കും. അത് വടക്കേ നടക്കിലാണ് എഴുന്നള്ളിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞാൽ അവിടെ എഴുന്നള്ളിച്ച് വെച്ച് കഴിഞ്ഞാൽ ചക്രവർത്തി ഭാവത്തിൽ തന്നെയാണ് സ്വർണ്ണപ്പഴുക്കാ മണ്ഡപം അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് പ്രശസ്ത കലാകാരന്മാർ തായമ്പക കൊട്ടും. ആ ചക്രവർത്തിയുടെ മുമ്പിൽ തൻ്റെ കല ഭഗവാന് കാണിച്ചു കൊടുക്കുക, ഭഗവാനെ പ്രീതിപ്പെടുത്തുക, ഭഗവാന്റെ അനുഗ്രഹം മേടിക്കുക. അതൊക്കെയാണ് ആ സന്ദർഭത്തിൻ്റെ ആവശ്യം. അത് കഴിഞ്ഞാൽ വീണ്ടും ഭഗവാന്റെ ചുറ്റുവിളക്കിനായി ഭഗവാൻ ആനപ്പുറത്ത് കയറി ചുറ്റുവിളക്ക് ഗംഭീരമായി നടക്കുന്നു. ഏകദേശം ഒരു 1:30 മണിയോടുകൂടി ശ്രീകോവിൽ നട അടയ്ക്കുന്നു. അതാണ് ക്ഷേത്രത്തിനകത്തെ ചിട്ടകൾ. ഇതന്നെ സന്ധ്യാസമയത്ത് ദീപാരാധന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേളി ഉണ്ടാവും, നാഗസ്വരം ഉണ്ടാവും, കൊമ്പുപറ്റുണ്ടാവും, കുഴൽപ്പറ്റുണ്ടാവും, കലാകാരന്മാരുടെ പാടകം അവതരണം ഉണ്ടാവും. അത് അയ്യപ്പൻ്റെ ആ ഭാഗത്ത് 5-6 കലാകാരന്മാർ നിന്നിട്ട് പാടകം പറയും. അതും ഈ ഏകദേശം ചാക്യാർകൂത്തിൻ്റെ വേറൊരു പതിപ്പായിട്ട് മാറും. അതും ഭഗവാന്റെ കഥകളാണ് പറയണത്. അത് സരസമായും ലളിതമായും പറയും. അതിൽ കുറച്ച് കളിയാക്കലും ചൊടിപ്പിക്കലും എല്ലാം ഉണ്ടാവും. അത് ആ കലാകാരന്മാരുടെ മനസ്സിനനുസരിച്ചിട്ട് അത് ഉണ്ടാവും. കേൾക്കണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടെന്ന് പറയാം. അത് ഈ 8-ാം വിളക്ക് വരെ ഉണ്ട് ആ സംഗതി.
അപ്പോൾ ഭഗവാന്റെ അകത്തെ ചടങ്ങുകളെല്ലാം ഒരു ഇതായി. പിന്നെ പുറത്ത് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ 5 മണിക്ക് തന്നെ തുടങ്ങും. ആദ്യം തുടങ്ങിയ അഷ്ടപതിയാണ്. നാഗസ്വര കച്ചേരി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഭജൻസ് ഉണ്ട്, നൃത്യങ്ങളുണ്ട്. അങ്ങനെ വേണ്ട ഒരുവിധം എല്ലാ സമയത്തും കലാപരിപാടികളുണ്ട്. പിന്നെ രാത്രി 9 മണിക്ക് ഗുരുവായൂരുകാരിയായ ഗംഗാ ശശിധരൻ, വയലിനിസ്റ്റ്, ഇപ്പോൾ വളർന്നു വരുന്ന ഒരു വലിയൊരു കലാകാരിയാണ്, നല്ല കലാകാരിയാണ്. അത് ആ കുട്ടിയുടെ വയലിൻ കച്ചേരി, വയലിൻ ഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ ഭക്തന്മാരും വരിക, ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും മറ്റേതൊക്കെ ഈ കുട്ടീനെ പറ്റി കാണാം. അപ്പോൾ നമ്മുടെ വകയും കൂടിയും ആ കുട്ടീനൊന്ന് അനുമോദിക്കാൻ വേണ്ടി എല്ലാവരും വരിക, അത് കാണാം. രാവിലത്തെ നേരം 9 മണി കഴിഞ്ഞാൽ തന്നെ അന്നദാനം ഹാളിൽ ഗംഭീരമായ കഞ്ഞി, പുഴുക്ക്, നാളികേരപ്പൂള്, ശർക്കര എല്ലാം അത് ട്രഡീഷണലായിട്ടുണ്ട്. നമ്മുടെ കവുങ്ങിൻ്റെ പാളയിലാണ്, അത് പ്ലേറ്റാണ് ഇപ്പോൾ. പിന്നെ പച്ച ഈർക്കിലയും പച്ച ഇലയും പ്ലാവിലയും കുത്തിയിട്ട് ഒരു കുമ്പിളാക്കിയിട്ടാണ് കഴിക്കുക. അതൊക്കെ കഴിക്കേണ്ട ഒരു പ്രത്യേകതയാണ്. ഈ ഉത്സവകാലത്ത് മാത്രമേ അത് ഉണ്ടാവുള്ളൂ. എല്ലാവരും വരിക, എന്നിട്ട് അത് കഴിക്കുക. അന്ന് ഈ ഉത്സവകാലത്ത് ഗുരുവായൂരിൽ വരുന്ന ഭക്തന്മാർക്കെല്ലാവർക്കും മനസ്സ് നിറയണം, ഭഗവാനെ കാണണം, എല്ലാം പറ്റും. അത് കഴിഞ്ഞ് വയറും നിറയണം. അപ്പോൾ അന്നദാനം പുരയിൽ എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വയറ്. അപ്പോൾ മനസ്സും വയറും നിറഞ്ഞതിന് ശേഷം മാത്രമേ ഏതൊരു ഭക്തനും ഗുരുവായൂരിൽ നിന്ന് പോകാൻ പാടുള്ളൂ. അങ്ങനെയാണ് ഇതിനുള്ള സംവിധാനങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. ദേവസ്വം ഓരോ കൊല്ലം കഴിയുന്തോറും കൂടുതൽ ശുഷ്കാന്തിയോട് കൂടിയിട്ട് ഭക്തജനങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉത്സവത്തിൻ്റെ 5-ാം ദിവസമാണ് നമ്മൾ പറഞ്ഞത്. 6-ാം ദിവസം അടുത്ത വീഡിയോയിൽ കൂടി നമ്മൾ പറയുന്നതാണ് വിശേഷങ്ങളുമായി. അപ്പോൾ എല്ലാ ഭക്തന്മാരും ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് വരിക, പങ്കെടുക്കുക, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക, മനസ്സും വയറും നിറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുക. ഹരേ ഗുരുവായൂരപ്പ ശരണം.